വെൽക്കം ബാക്ക് ടു ദി ചാനൽ ലേണേഴ്സ് പറ്റി. നാം ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് NCERT സിലബസിലെ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഗോൺ വിത്ത് ദ സ്കൂട്ടർ എന്ന പാഠമാണ്. ലെറ്റസ് റീഡ്. നമുക്ക് വായിക്കാം. ഇറ്റ് വാസ് എ സമ്മർ ആഫ്റ്റർനൂൺ. വേനൽക്കാലത്തെ ഉച്ച കഴിഞ്ഞൊരു നേരം. ഗോപി വാസ് സിറ്റിംഗ് ഇൻ ദ വരാന്ത. ഗോപിയാണെങ്കിൽ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. ഗോപി വാസ് സിറ്റിംഗ് ഇൻ ദ വരാന്ത. ഗോപി വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. വെറുതെ ഇരിക്കില്ല, റീഡിങ് എ ബുക്ക്, ഒരു ബുക്ക് വായിച്ചുകൊണ്ടായിരിക്കുന്നത്. സഡൻലി, പെട്ടെന്ന്, ഹി ഹേർഡ് സംതിങ് റസ്ലിംഗ് പാസ്റ്റ്. അവൻ കേട്ടു എന്തോ ഒന്ന്. റസ്ലിംഗ് പാസ്റ്റ് മീൻസ് ഇലകളിലൊക്കെ തട്ടി ഒരു മർമ്മരത്തോടെ പോകുന്നതാണ്. അതാ റസ്ലിംഗ്. ഹി ഹേർഡ് സംതിങ് റസ്ലിംഗ് പാസ്റ്റ്. ദൂരത്തേക്ക് എന്തോ തെറിച്ച് വീഴുന്ന ഒരു സൗണ്ട് കേട്ടു. ആൻഡ് ഫോളോയിങ് വിത്ത് ദ തഡ് ഇൻ ദ ഗാർഡൻ. എന്നിട്ട് ഗാർഡൻ വന്ന് തഡ് എന്ന സൗണ്ടോടുകൂടി താഴേക്ക് വീഴുന്നതും കേട്ടു. ഇലകളിലൊക്കെ തട്ടിയിട്ട് നിലത്തേക്ക് വന്ന് വീഴുന്ന വെച്ച് അവൻ കേട്ടത് അതാ റസ്ലിംഗ് സൗണ്ട്, ഒരു മർമ്മര സൗണ്ട്, മർമ്മര ഒച്ച. ഹേ വണ്ടേർഡ് വാട്ട് ഇറ്റ് കുഡ് ബി. അവൻ അത്ഭുതപ്പെട്ടു, ഇത് എന്തായിരിക്കാം അത്. പെർഹാപ്സ് ഇറ്റ് വാസ് എ മാംഗോ ഫോളിങ് ഫ്രം ദ ട്രീ. ഒരുപക്ഷെ മാങ്ങയായിരിക്കാം, ഇലച്ചാർത്തുകൾക്കിടയിലൂടെ താഴേക്ക് വീഴുന്ന മാങ്ങയായിരിക്കാമെന്നും വിചാരിച്ചു. പെർഹാപ്സ് ഇറ്റ് വാസ് എ മാംഗോ ഫോളിങ് ഫ്രം ദ ട്രീ. മരത്തിൽ നിന്ന് മാങ്ങ വീണതായിരിക്കാം. ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന്, ഗോപി പുട്ട് ഹിസ് ബുക്ക് എസൈഡ്. പെട്ടെന്ന് അവൻ ബുക്ക് ഒരു വശത്തേക്ക് വെച്ചു. ഗോട്ട് അപ്പ്, എഴുന്നേറ്റു. ആൻഡ് റാൻ ഇൻ ടു ദ ഗാർഡൻ. അവൻ തോട്ടത്തിലേക്ക് ഓടി. ഹി റാൻ ഇൻ ടു ദ ഗാർഡൻ. അവൻ തോട്ടത്തിലേക്ക് എഴുന്നേറ്റ് ഓടി. ഹേ സെർച്ച് ഇൻ ബിറ്റ്വീൻ ദ തിക് ഗ്രാസ് നിയർ ദ ഗാർഡൻ ഫെൻസ്. അവൻ പരതി. സെർച്ച് മീൻസ് പരിശോധിച്ചു, പരതി, അന്വേഷിച്ചു എന്നൊക്കെയാണ്. എവിടെയാണ് അന്വേഷിച്ചത്? ഇൻ ബിറ്റ്വീൻ തിക് ഗ്രാസ് നിയർ ദ ഗാർഡൻ ഫെൻസ്. തോട്ടത്തിൻ്റെ വേലിയുടെ അടുക്കലുള്ള പുല്ല് നിറഞ്ഞ പ്രദേശത്ത് അവൻ തെരഞ്ഞു. ബട്ട് ഹീ ഫൗണ്ട് നത്തിങ്. പക്ഷെ അവനൊന്നും കണ്ടില്ല. ഹീ ഫൗണ്ട് നത്തിങ്. അവനൊന്നും കണ്ടില്ല. ഹേ ലുക്ഡ് എമംഗ് ദ ബുഷസ്. അവൻ കുറ്റിച്ചെടികൾക്കിടയിലൊക്കെ നോക്കി. ഹീ ലുക്ഡ് എമംഗ് ദ ബുഷസ്. ബുഷസ് മീൻസ് കുറ്റിക്കാട്. നത്തിങ് വാസ് ദെയർ അഗെയിൻ. അവിടെ എങ്ങും ഒന്നും കണ്ടില്ല. ദെൻ ഹിസ് ഐസ് ഫെൽ ഓൺ എ ഹീപ്പ് ഓഫ് ഡ്രൈ ലീവ്സ്. കൂടിക്കിടക്കുന്ന ഉണങ്ങിയ കരിയിലയിൽ അവൻ്റെ കണ്ണുപെട്ടു. അവനത് കണ്ടു. ഉണങ്ങിക്കിടക്കുന്ന ഒരു കൂന കരിയില. ദർ വാസ് എ വൈറ്റ് ബോൾ ഓൺ ദ ഹീപ്പ്. ആ കൂനയ്ക്ക് മുകളിൽ ഒരു വെളുത്ത പന്തുണ്ടായിരുന്നു. ഗോപി റീച്ച്ഡ് ഔട്ട് ആൻഡ് ടുക്ക് ദ ബോൾ. ഗോപിയോടെ ചെന്നു ആ പന്തെടുത്തു. ഇൻ ഹിസ് ഹാൻഡ്സ്. അവൻ്റെ കൈകൾ. അവനോട് ചെന്നു അവൻ്റെ കൈകളിൽ പന്തെടുത്തു. ഇറ്റ് വാസ് എ ഹോക്കി ബോൾ. അതൊരു ഹോക്കി ബോൾ ആയിരുന്നു. ഗോപി വണ്ടേർഡ്. ഗോപി അത്ഭുതപ്പെട്ടു. ഹൂസ് ബോൾ കുഡ് ദിസ് ബി. ഇതാരുടെ പന്തായിരിക്കും? ഹേ ലുക്ക്ഡ് അറൗണ്ട്. അവൻ ചുറ്റും നോക്കി. ആൻഡ് പീപ്ഡ് ഔട്ട് സൈഡ് ദി ഗേറ്റ്. ഗേറ്റിലൂടെ പുറത്തേക്ക് ഒളിഞ്ഞു നോക്കി. ആൻഡ് പീപ്ഡ് ഔട്ട് സൈഡ് ദി ഗേറ്റ്. പീപ്ഡ് മീൻസ് ഒളിഞ്ഞു നോക്കുക. ബട്ട് കുഡ് സീ നോ വൺ. പക്ഷേ ആരെയും കാണാൻ കഴിഞ്ഞില്ല. ആരെയും കാണാൻ കഴിഞ്ഞില്ല. ദെൻ ഹി ഹേർഡ് ഹിസ് മദർ കോളിംഗ്. അന്നേരം അവൻ കേട്ടു അവൻ്റെ അമ്മ അവനെ വിളിക്കുന്നു. ഗോപി, വാട്ട് ആർ യു ഡൂയിങ് ഔട്ട് ഇൻ ദ ഗാർഡൻ. ഗോപി, നീ അവിടെ പൂന്തോട്ടത്തിൽ എന്ത് ചെയ്യുകയാണ്? നീ അവിടെ എന്തെടുക്കുകയാണ്? അമ്മ ചോദിക്കുക. ഇറ്റ് ഈസ് വെരി ഹോട്ട്. എടാ, അവിടെ ഭയങ്കര ചൂടല്ലേ. ഇറ്റ് ഈസ് വെരി ഹോട്ട്. വളരെ ചൂടാണ്. കം ഇൻസൈഡ്. വേഗം അകത്തേക്ക് പോവാ. ഗോപി വെൻറ്റ് ഇൻസൈഡ്. ഗോപി അകത്ത് പോയി. ആൻഡ് ഡ്രായിങ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. ഹി ലേ ഡൗൺ ഓൺ ദ മാറ്റ്. ആ മാറ്റിലും കിടന്നു. നിലത്ത് മാറ്റ് വിരിച്ചിട്ടുണ്ട്, അവത്തെല്ലാം കിടന്നു. ആൻഡ് സെറ്റ് ഹിംസെൽഫ്. എന്നിട്ട് സ്വയം തന്നോട് തന്നെ പറഞ്ഞു. ഹീ സെറ്റ് ഹിംസെൽഫ്. അവൻ സ്വയം പറഞ്ഞു, ഐ ക്യാൻറ്റ് കീപ് ദിസ് ബോൾ ഫോർ മൈസെൽഫ്. എനിക്കിത് എൻ്റേതാക്കി വെക്കാനാവില്ല. ഈ പന്ത് എനിക്ക് സ്വന്തമായി വയ്ക്കാനാവില്ല. ഐ വിൽ ആസ്ക് അറൗണ്ട്. ഞാൻ ചോദിക്കും എല്ലാവരോടും. ഇൻ ദ ഈവനിങ് ഗോപി വെൻറ്റ് ടു ദ നിയർ ബൈ പ്ലേ ഗ്രൗണ്ട്. വൈകുന്നേരം ആയപ്പോഴേ അവൻ അടുത്തുള്ള കളിക്കളത്തിൽ പോയി. പന്ത് കളിക്കുന്ന സ്ഥലത്ത് പോയി, പ്ലേ ഗ്രൗണ്ടിൽ പോയി. വെർ ഓൾ ഈസ് ഫ്രണ്ട്സ് റെഗുലർലി ഗാദർ ടു പ്ലേ ഹോക്കി. അവിടെയാണ് തൻ്റെ സുഹൃത്തുക്കളെല്ലാവരും വന്ന് ഗാദർ ചെയ്യുന്നു, ഒന്നിച്ചു കൂടുന്നു. എന്തിനാ? ടു പ്ലേ ഹോക്കി, ഹോക്കി കളിക്കാൻ. വെർ ഓൾ ഈസ് ഫ്രണ്ട്സ് റെഗുലർലി ഗാദേഡ് ടു പ്ലേ ഹോക്കി. അവിടെയാണ് അവൻ്റെ കൂട്ടുകാരെല്ലാം എന്നും കൃത്യതയോടെ വന്ന് റെഗുലറായിട്ട് വന്ന് കൂടുന്നത്. എന്തിനാണ് കൂടുന്നത്? ഹോക്കി കളിക്കാൻ. ഫ്രണ്ട്സ്, ദിസ് ആഫ്റ്റർനൂൺ. ഇന്ന് ഉച്ച കഴിഞ്ഞേ. കൂട്ടുകാരെ, ഇന്ന് ഉച്ച കഴിഞ്ഞ് ഐ ഫൗണ്ട് എ ബോൾ. എനിക്കൊരു പന്ത് കിട്ടി. ഡിഡ് എനി ഓഫ് യു ലോസ് യുവർ ബോൾ റീസെൻ്റ്ലി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അടുത്തിടെ പന്ത് നഷ്ടമായിട്ടുണ്ടോ?
മനോജ് സെറ്റ് ഐ ലോസ്റ്റ് എ ബോൾ 4 months ago. എനിക്കൊരു 4 മാസം മുമ്പ് പന്ത് നഷ്ടമായി. ഗോപി സെറ്റ് സോ ദ ബോൾ ദാറ്റ് ഐ ഫൗണ്ട് കനോട്ട് ബി യുവേഴ്സ്. അപ്പം ഇന്ന് കിട്ടിയ പന്തേ നിൻ്റെതായിരിക്കില്ല, 4 മാസം മുമ്പത്തേല്ല, അതുകൊണ്ടായിരിക്കില്ലെന്ന് പറഞ്ഞു. സോ ദ ബോൾ ദാറ്റ് ഐ ഫൗണ്ട് കനോട്ട് ബി യുവേഴ്സ്. അങ്ങനെ എനിക്ക് കണ്ടു കിട്ടിയ പന്ത് നിൻ്റെതായിരിക്കില്ല. രമണി സെറ്റ് ദെൻ ദ ബോൾ ഈസ് മൈൻ. എന്നാ എൻ്റെ ആ പന്ത്. ആരാ പറഞ്ഞത്? രമണിയാണ് പറഞ്ഞത്. രമണി പറഞ്ഞു പന്ത് എൻ്റേതാണ്. ഹൗ ഡു യു നോ ആസ്ഡ് ഗോപി. ഗോപി ചോദിച്ചു നിനക്കെങ്ങനെ അറിയാം? വാട്ട് കളർ ഇസ് ഇറ്റ്? അതിൻ്റെ നിറം എന്താ? ഷോ മീ ദ ബോൾ ആൻഡ് ഐ വിൽ ടെൽ യു സെഡ് രമണി സ്മൈലിംഗ്ലി. രമണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ കാണില്ല, എന്നിട്ട് ഞാൻ പറയാം എന്നാ നിറമെന്ന്. നീ ആ പന്തെന്ന് കാണിച്ചേ, കണ്ടു കഴിയുമ്പോൾ പറയാം അതിൻ്റെ നിറം എന്താണെന്ന്. അങ്ങനെയാണ് രമണി പറഞ്ഞത്. രമണി സെറ്റ് സ്മൈലിംഗ്ലി, ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അനദർ ഫ്രണ്ട് ദീപക് boasted that his father had bought him a brand new football the previous day. ദീപക് പൊങ്ങച്ചം പറഞ്ഞു. ഹി ബോസ്റ്റഡ് മീൻസ് പൊങ്ങച്ചം പറഞ്ഞു. അനദർ ഫ്രണ്ട് ദീപക് boasted that, വേറെ സുഹൃത്ത് ദീപക് പൊങ്ങച്ചം പറഞ്ഞു. that his father had bought him a brand new football the previous day. കഴിഞ്ഞ ദിവസം എൻ്റെ അച്ഛൻ എനിക്ക് വലിയ നല്ല ബ്രാൻഡഡ് പന്ത് കൊണ്ടുവന്നു കേട്ടോ, വലിയ കമ്പനിയുടെ ബ്രാൻഡഡ് കമ്പനിയുടെ ഫുട്ബോൾ ഉണ്ടെന്ന് പൊങ്ങച്ചൻ പറഞ്ഞു. ദ ബോൾ ഐ ഫൗണ്ട് ഈസ് എ ഹോക്കി ബോൾ സെഡ് ഗോപി. ഗോപി പറഞ്ഞു അങ്ങനത്തെ പന്തൊന്നും അല്ല എനിക്ക് കിട്ടിയത് ഒരു ഹോക്കി ബോളാണ്. ദ ബോൾ ഐ ഫൗണ്ട് ഈസ് എ ഹോക്കി ബോൾ. എവരിവൺ ലാഫ്ഡ്, എല്ലാവരും ചിരിച്ചു. ഗോപി ടുക്ക് ഔട്ട് ദി ബോൾ ഫ്രം ഹിസ് പോക്കറ്റ്സ്. ഗോപി തൻ്റെ പോക്കറ്റിൽ നിന്ന് പന്തെടുത്തു. മനോജ് ഗ്രാബ്ഡ് ഇറ്റ് ആൻഡ് ടോസ്റ്റ് ഇറ്റ് ഓവർ ടു ദീപക്. മനോജ് അത് പിടിച്ചിട്ട് ഗ്രാബ് ചെയ്ത് എന്നിട്ടോ അത് പിടിച്ചു. ആൻഡ് ടോസ്റ്റ് ഇറ്റ് ഓവർ ടു ദീപക്. ദീപക്കിൻ്റെ നേരെ എറിഞ്ഞു കൊടുത്തു, കൊണ്ട് ടോസ് ചെയ്ത് കൊടുത്തു. സീയിങ് ദിസ് ഗോപി ഈസ് സെറ്റ് അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് വോയിസ്. ഇത് കണ്ടിട്ട് ഒച്ച ഉയർത്തി അവൻ പറഞ്ഞു സ്റ്റോപ്പ്, ഐ സേ സ്റ്റോപ്പ്, നിർത്ത്. ലെറ്റ് us play before it gets dark. നമുക്ക് കളിക്കാം ഇരുട്ടുന്നതിന് മുമ്പേ. മനോജ് went to the goal post. മനോജ് ഗോൾ പോസ്റ്റിലേക്ക് പോയി. ആസ് ഹി ലൈക്ക് ടു ബി എ ഗോൾ കീപ്പർ. അവനെ എപ്പോഴും ഗോൾ കീപ്പർ ആകാൻ ഇഷ്ടം, ഗോളിയാകാൻ ഇഷ്ടം. ഗോപി സ്റ്റുഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി ഫീൽഡ്. ഗോപിയാണ് ആ മൈതാനത്തിന് നടുക്ക് നിന്നു. ഹോൾഡിങ് ദ ഹോക്കി സ്റ്റിക്ക് പിടിച്ചോണ്ട് അവിടെ നിന്ന്. ഹി പാസ് ദ ബോൾ ടു ദീപക്കിന് പന്തങ്ങ് തട്ടിക്കൊടുത്തു. ഹു ഡ്രോവ് ദ ബോൾ ടുവേഴ്സ് രമണി. അവനത് രമണിയുടെ നേരെ തട്ടി. Drove the ball towards Remini. Remini dribbled the ball with a stick and it went to J. രമണി അത് ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തട്ടുന്ന കണ്ടില്ലേ, അപ്പോൾ അത് ജെയുടെ അടുക്കിലേക്ക് പോയി. എന്താണ് ഈ ഡ്രിബിൾ എന്ന് പറഞ്ഞാൽ? ഡ്രിബിൾ മീൻസ് പന്ത് പതുക്കെ തട്ടിക്കൊണ്ട് പോവുക. മൂവ് ദ ബോൾ വിത്ത് സ്ലൈറ്റ് ടച്ചസ്. പന്ത് കളിക്കുമ്പോഴല്ലേ പതുക്കെ തട്ടിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ സാധാരണ തട്ടിക്കൊണ്ട് പോകുന്നതിനാണ് ഡ്രിബിളിംഗ് എന്ന് പറയുന്നത്. അപ്പോഴേ കുട്ടികളെ, എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.